സാലറി ചലഞ്ചിന് പുറമെ ഒരു ദിവസത്തെ മുഴുവൻ കൺസൾട്ടേഷൻ തുകയും മൽക്കാറൂഹി ചികിത്സാ സഹായ നിധിയിലേക്ക് മാറ്റിവെച്ച നസീം ഹെൽത്ത് കെയർ അടുത്ത വെള്ളിയാഴ്ചത്തെ കൺസൾട്ടേഷൻ തുക ചികിത്സാ ഫണ്ടിലേക്ക് നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മിയാൻദാദ് VP അറിയിച്ചു. SMA ടൈപ്പ് 1 രോഗബാധിതയായ മൽക്കാറൂഹിയുടെ ചികിത്സയ്ക്കുള്ള മരുന്നിനാവശ്യമായ തുക കണ്ടെത്താൻ ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സമൂഹം ഊർജിത ശ്രമത്തിലാണ്. ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനിന്റെ ഭാഗമായി നസീം ഹെൽത്ത് കെയറിലെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം നേരത്തെ സംഭാവനയായി നൽകിയിരുന്നു. ചികിത്സയ്ക്കാവശ്യമായ ഭീമമായ തുകയിൽ വളരെ ചെറിയ പങ്ക് മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. ഇതിനാലാണ് ഒരു ദിവസത്തെ കൺസൾട്ടേഷൻ തുക കൂടി മാറ്റിവെക്കുന്നത്. ബേബി മൽക്കാറൂഹി എന്ന കുഞ്ഞിൻ്റെ ചികിത്സാർത്ഥം ധനസമാഹരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് വന്നപ്പോൾ നസീം ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് അതിൻ്റെ ഫ്രൈഡേ ക്ലിനിക് കൺസൾട്ടേഷൻ ചാർജസ് ഫണ്ടിലേക്ക് മാറ്റിവെക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഫ്രൈഡേ ക്ലിനിക്സിൻ്റെ കൺസൾട്ടേഷൻ ഫീസ് ഈ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നതാണ്. ഈ കുട്ടിയുടെ ചികിത്സാർത്ഥം എത്രയും പെട്ടെന്ന് ഫണ്ട് ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ്സ് മാനേജ്മെൻറ്റ് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. 26 കോടിയോളം ഇന്ത്യൻ രൂപയാണ് 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടത്. സാമൂഹ്യ പ്രതിബദ്ധത മുൻനിർത്തി ഖത്തറിലെ മുഴുവൻ പ്രവാസികളും സ്ഥാപനങ്ങളും ഖത്തർ ചാരിറ്റി നടത്തുന്ന ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനുമായി സഹകരിക്കണമെന്ന് നസീം ഹെൽത്ത് കെയർ MD മുഹമ്മദ് മിയാൻദാദ് VP അഭ്യർത്ഥിച്ചു. മീഡിയ 1 ദോഹ.